ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റിയായ പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 4 വലിയ സവാള മുറിച്ചത് ചേർത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. നാല് വലിയ പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഇനി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരല്പം മല്ലിയില ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുത്തു. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തു. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ഒരു മസാലയുടെ പച്ചച്ചുവ മാറാൻ വേണ്ടി 2 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പെരുംജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് നല്ല ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഞാൻ എടുത്ത പാത്രത്തിൻ്റെ നടുവിൽ ഇങ്ങനെ കുറച്ചൊരു കുഴി പോലെ ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്കാണ് കുരുമുളക് പൊടി ചേർക്കേണ്ടത്. അപ്പോൾ കുരുമുളക് പൊടി ഒന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഫൈനായിട്ട് പൊടിച്ച കുരുമുളകാണ്. 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണിന് മേലെ ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉള്ളി മസാലയായിട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 3 തക്കാളി കുറച്ച് വലിപ്പത്തിൽ അരിഞ്ഞ് ചേർക്കാം. തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഞാൻ ഓൾറെഡി മഞ്ഞളും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒരു 1/2 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 1 കിലോ ചിക്കനാണ് ചെയ്യുന്നത്. ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഒക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതൊരു 20 മിനിറ്റോളം വെള്ളം ഒഴിക്കാൻ പാടില്ല. 20 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നന്നായിട്ട് ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്. ഒട്ടും തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആവശ്യമുണ്ടെങ്കിൽ ഇത്രയും ഗ്രേവി ആക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡ്രൈ ആക്കി എടുക്കാം. ഞാൻ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. തേങ്ങ കൊത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണയിൽ മൂപ്പിച്ചെടുത്ത തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വലതുവശത്തുള്ള ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്